കാര്യമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യത്താൽ ഒരിക്കൽ കൂടി നമുക്ക് സത്സംഗവുമായിട്ട് ഒത്തുചേരാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവാന് അനന്തകൂടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി. ഇന്നും ഞാൻ കുറച്ച് ചോദ്യോത്തരങ്ങളും എൻ്റെ ചോദ്യവും ഒരു കുഞ്ഞു കഥയും ഒക്കെ കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം ദുർവാസാവ് മഹർഷിയെ കുറിച്ചായിരുന്നു. ആൻസർ ഞാൻ ആദ്യം പറഞ്ഞു. അംബരീഷ ചരിതത്തിൽ ആരായിരുന്നു അംബരീഷിന് എതിരെ നിൽക്കാനായിട്ട് വന്നത് എന്നായിരുന്നു എൻ്റെ ചോദ്യം. അംബരീഷ് മഹാരാജാവ് ഏകാദശി വ്രതം നോറ്റ് ഒരു വർഷത്തെ സംവത്സര ഭജനം കഴിഞ്ഞ് ദ്വാദശിയുടെ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പാരണ വീടാറായ സമയത്ത് ദുർവാസാവ് മഹർഷി വരികയും മഹർഷിയെ ആദരിച്ചിരുത്തി പാരണ വീടുമ്പോൾ അദ്ദേഹത്തിനും കൂടി സദ്യ വിളമ്പാം എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം കുളിച്ചു വരാൻ പോവുകയും തിരിച്ചു വരുമ്പോഴേക്കും പാരണ വീടേണ്ട മുഹൂർത്തം കഴിഞ്ഞു പോകും എന്നും അതുകൊണ്ട് തന്നെ തീർത്ഥം സേവിച്ചു വെക്കൂ, ബാക്കിയെല്ലാം ദുർവാസാവ് മഹർഷി വന്നതിന് ശേഷം മതി എന്ന് പറഞ്ഞതിന് പ്രകാരം പാരണ വീടാനായ തീർത്ഥജലം കയ്യിലെടുക്കുന്ന സമയത്താണ് ദുർവാസാവ് കണ്ടുവന്നത്. തന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കാനായിട്ട് ദുർവാസാവിന് ആ സമയം തോന്നി എന്നുള്ളതാണ് കഥ. അപ്പോൾ ദുർവാസാവ് മഹർഷി എന്നാണ് ആൻസർ. ഒരുപാട് പേര് ശരിയായ ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. ഇനിയും ചോദ്യങ്ങളുമായിട്ട് വരാം എന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അംബരീഷ ചരിതം എന്ന കഥയെല്ലാം നമ്മൾ അനുസ്മരിക്കാറുണ്ടല്ലേ. കേട്ടിട്ടില്ലാത്ത ആൾക്കാർ സ്റ്റേ ട്യൂൺഡ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചാനലിലും ഞാൻ ഈ അംബരീഷ ചരിതം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദുർവാസാവ് മഹർഷിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അങ്ങനെ മോശമായിട്ട് പറയരുത് എന്ന് ആചാര്യൻ എപ്പോഴും എടുത്തു പറയാറുണ്ട്. കാരണം ദുർവാസാവ് മഹർഷി ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടവനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഏകാദശിയുടെ മഹാത്മ്യം അറിയിച്ചു തരാനും അതുപോലെ തന്നെ ഭക്തന്റെ ആ ഒരു എന്തെന്നില്ലാത്ത ആ ഒരു അനുഗ്രഹീതനായ ഭക്തന് എന്തും സാധ്യമാണ്. ഗുരുവായൂരപ്പന് സാധിക്കുന്നതെല്ലാം ഭക്തനും സാധ്യമാണ് എന്ന് കാണിച്ചു തരാൻ, അല്ലെങ്കിൽ തന്നെ ഭക്തന് സമർപ്പിക്കുന്നവനാണ് ഭഗവാൻ എന്ന് കാണിച്ചു തരാനാണ് ദുർവാസാവ് മഹർഷിക്ക് ആ ഒരു നിയോഗം കിട്ടിയത് എന്ന് തന്നെ വേണം നമ്മൾ അനുസ്മരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദുർവാസാവ് എന്ന ശരിയായ ഉത്തരം എല്ലാവരും തന്നതിൽ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്നും ശ്രമിക്കൂ. ഇന്നത്തെ ചോദ്യത്തിനായിട്ട് കാത്തിരിക്കൂ. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ദീപ എന്ന ഭക്തയും അതുപോലെ തന്നെ നാരായണീയത്തെക്കുറിച്ച് എന്നു മുതലാണ് പറയുന്നത് സുഭന എന്ന ഭക്തയും രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട് നാരായണീയം എന്നാണ് നമ്മളുടെ ചാനലിൽ തുടങ്ങുന്നത് എന്ന്. ഇത് മാത്രമല്ല കേട്ടോ, പേഴ്സണലി എന്നെ ഒരുപാട് പേര് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് നാരായണീയ മഹാത്മ്യം പറഞ്ഞു വെച്ചല്ലോ, അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ തുടങ്ങുന്നത് എന്നാണ്, അതോ ഓൾറെഡി തുടങ്ങിയോ ഞങ്ങൾക്ക് മാത്രം കിട്ടാത്തതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല കേട്ടോ, തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും തുടങ്ങാം. ഒരുപാട് സമയം വൈകുന്നുണ്ടെന്ന് എനിക്കും അറിയാം, പക്ഷെ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം. ഗുരുവായൂരപ്പൻ നമ്മളുടെ നാരായണീയ മഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, മേൽപ്പത്തൂരിനെ ഗുരുവായൂരിൽ എത്തിച്ചത് തന്നെ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അദ്ദേഹം നാരായണീയം രചിച്ചു തുടങ്ങാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കും അതുപോലെ കാത്തിരുന്ന് വേണ്ടി വരും നാരായണീയം നേടാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് കോടതി വിളക്കിൻ്റെ അന്ന് നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ടെന്ന് അറിഞ്ഞു, എത്ര മണിക്കാണ് എന്നൊന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിമ്മി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. കോടതി വിളക്കിൻ്റെ അന്ന് നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ട്. അത് രാത്രി 8 മണിക്കാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നന്ദഗോവിന്ദം ഭജൻസ് നടക്കുന്നത്. ഇതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണമെന്നൊക്കെ ചോദിച്ച ഭക്തരുണ്ട് കേട്ടോ. ഒന്നും വേണ്ട, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കോടതി വിളക്കിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവരുന്നതാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും കാണാം. പെട്ടെന്ന് എത്തിക്കോളൂ കേട്ടോ. നന്ദഗോവിന്ദം ഭജൻസ് നമ്മളുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവർ 10-15 വർഷത്തിലധികമായത്ര ഈ ഭജൻസ് എല്ലാം പാടാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഈ അടുത്ത കാലത്താണ് നമ്മളെല്ലാവർക്കും സുപരിചിതരായത് അവർ അല്ലേ. അപ്പോൾ കാത്തിരുന്ന് തന്നെയാണ് അവർ ഇന്ന് കാണുന്ന ഉയരത്തിലേക്ക് എത്തിയത്. ഈ കാത്തിരിപ്പ് അവർ ആദ്യത്തെ ഭജനം ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ച ആ നാളിൽ തന്നെ ഭഗവാൻ അവർക്ക് ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് നൽകിയിട്ടുണ്ടായിരിക്കുന്ന എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കഴിഞ്ഞു, നിങ്ങൾക്കുള്ള എല്ലാം ഞാൻ തരുന്നതാണ് എന്ന് അവർക്ക് അന്നേ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. എത്രയോ കാലം കാത്തിരുന്നത് കൊണ്ടാണ് അവർക്ക് ആ ചെക്ക്
മാറി ഇന്നത്തെ കാണുന്ന ഇന്ന് നമ്മളെല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന രീതിയിൽ അവർ ഉയർന്നു വന്നത് അല്ലേ. അന്നേ അവർക്ക് മടുപ്പ് തോന്നിയിരുന്നെങ്കിൽ, ഞങ്ങൾ ഇത്രയൊക്കെ ഭജന പാടിയിട്ട് ഞങ്ങളെയൊന്നും ഈശ്വരൻ അനുഗ്രഹിക്കുന്നില്ല എന്നൊന്ന് തോന്നിയിരുന്നെങ്കിൽ, അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് ആരാലും അറിയപ്പെടാത്ത കുറച്ച് പേരായി മാറിയേനെ അല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഇന്നും നമുക്ക് വേണ്ടത് ക്ഷമയാണ്, കാത്തിരിക്കാനുള്ള മനസ്സാണ് കേട്ടോ. കാത്തിരിക്കൂ, ഭഗവാൻ നമുക്ക് എല്ലാം തരും. എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ബെസ്റ്റ് വേർഷനാണ് നമുക്ക് അദ്ദേഹം തരിക. അതിനുദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ എന്നും പറയാറുണ്ട്, എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹവും അന്നത്തെ ആ നേടുന്ന നിമിഷം പോലും എനിക്ക് മനസ്സിലാവാറില്ല ഇത് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന്. അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ബെസ്റ്റ് വേർഷനാണ് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാറുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അങ്ങനെ തന്നെ ജീവിതത്തിൽ നടക്കട്ടെ. ബെസ്റ്റ് വേർഷൻ ഗുരുവായൂരപ്പൻ തരട്ടെ. കാത്തിരിക്കും. അടുത്തതായിട്ട് സവിത, ഞാൻ കഴിഞ്ഞ മാസം ഗുരുവായൂർ വന്നിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ. പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു. ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ വിഷമം മാറുന്നില്ല. സ്ത്രീ സഹജമായ കാരണങ്ങളാൽ എനിക്ക് അവിടെ വന്നതിന് ശേഷം ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കാതെ വന്നു. ഇത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചത് കൊണ്ടാണോ എൻ്റെ ഭാഗത്ത് നിന്ന് എന്നാണ് ചോദ്യം. ബീന എന്ന ഭക്തയാണ്. ബീന ചേച്ചി ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. സ്ത്രീ സഹജമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്ത്രീകളാണ്, നമുക്ക് ആ കാരണങ്ങൾ എന്തായാലും ഫേസ് ചെയ്തേ പറ്റൂ. അത് ഉള്ളതാണ്, നാച്ചുറൽ പ്രോസസ്സാണ്. സോ നമ്മൾ അതൊരു വലിയ തെറ്റ് സംഭവിച്ചത് കൊണ്ടാണ് എന്ന രീതിയിൽ എടുക്കുകയേ ചെയ്യരുത് കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കൂ. കാരണം ആചാര്യൻ കഥ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഈ ആചാര്യൻ പറയുന്ന ഒരു കഥയാണ് ഗോപി വസ്ത്രാപഹരണം. ഗോപികമാർക്ക് നമ്മുടെ പൊന്നുണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, എല്ലാവർക്കും പുതിയ ഒരു ഓണക്കോടി കൊടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കോടി വസ്ത്രം കൊടുത്തു എന്ന് വിചാരിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരുടെ ഓർമ്മയിൽ നിന്നത് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗോപി വസ്ത്രാപഹരണം എന്ന ആ ഒരു ലീലയിലൂടെ അവർക്ക് ലഭിച്ച ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ, ഒരിക്കലും അവർക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് പറയും. അവരുടെ തന്നെ വസ്ത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് അവർക്കത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അവർക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇപ്പോൾ സാധാരണ പോലെ ഇവിടെ വന്നു, ഗുരുവായൂരപ്പനെ കണ്ടു, തൊഴുതു, തിരിച്ചു പോയി എന്ന് വിചാരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകും. എന്നാൽ ഇനി വന്ന് കാണുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരിക്കൽ വന്നിരുന്നു, എനിക്കന്ന് കാണാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ഉണ്ണിയെ രണ്ടാമത് കാണാൻ പോവുകയാണ്. അവിടം തുടങ്ങും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് അല്ലേ. അതിനുശേഷം നമുക്ക് ആ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് ഭക്തരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും കേട്ടോ. എന്താ പറയുക, നമുക്ക് കിട്ടേണ്ട സാധനം നമ്മളിതാ കിട്ടിയെന്ന് വിചാരിക്കുന്ന സാധനം അത് ചിലപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് എടുത്തു മാറ്റും. നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾ മുട്ടുകുത്തി തുടങ്ങുന്ന സമയത്ത് അവരുടെ മുന്നിൽ എന്തെങ്കിലും കളിപ്പാട്ടം വെക്കും അല്ലേ. നമ്മൾ ആ ലക്ഷ്യത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്താറായ സമയത്ത് നമ്മളത് കുറച്ചുകൂടി നീക്കി വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവർ അത് പഠിക്കട്ടെ, എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്ന് പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. കുട്ടി ഒരിക്കലും പിന്മാറില്ല. അവൻ പിന്നെയും മുന്നോട്ട് വരും. അവനത് കിട്ടുന്നത് വരെ മുന്നോട്ട് പോവാൻ തയ്യാറാണ്. ആ കുട്ടിയുടെ മനസ്സാണ് നമുക്കും ആവശ്യം. അതാണ് നമുക്ക് എവിടേക്കോ വെച്ച് നഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഒരിക്കലും വിഷമിക്കേണ്ട. ഇതൊരു തെറ്റിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. വലിയ സന്തോഷം, അതിനു മുമ്പുള്ള ചെറിയ സങ്കടം, അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇതേതോ സിനിമയിൽ പറയാറുണ്ട് പോലെ അല്ലേ, വലിയ സങ്കടം ചെറിയ ദുഃഖങ്ങൾ അങ്ങനെ പറയാറില്ലേ, അതേമാതിരിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. എനിക്കും ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട്. ഞാനത് ലൈവിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. അപ്പം അടുത്തതായിട്ട് ശെമ്പാ നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിതമോളെ ഗുരുവായൂർ ദർശനത്തിൽ വരുമ്പോൾ ആദ്യം എവിടെ മുതൽക്കാണ് തൊഴുന്ന രീതി എന്നൊന്ന് പറഞ്ഞു തരാമോ? മോളുടെ പഴയ ചാനലിൽ അതേക്കുറിച്ച് വായിച്ചത് ഓർക്കുന്നുണ്ട്. ഞാൻ ഖത്തറിൽ നിന്നാണ് ഈ നവംബർ മാസത്തിൽ ദർശനത്തിന് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ ചാനലിൽ സവിതോപ്പോളോടൊപ്പം ശിവേലി തൊഴാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ എല്ലാ കോർണറും തൊഴാൻ പോകുന്നതായിട്ട് അനുസ്മരിക്കാറുണ്ട്. അത് സത്യമാണ്. അതേപോലെ ഒരു അനുസ്മരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാനൊരു ഫുൾ എപ്പിസോഡായിട്ട് സവിതോപ്പോളോടൊപ്പം തൊഴാം എന്ന് പറയുമ്പോൾ അതിലത് മാത്രമായിട്ടാട്ടോ ഞാൻ ചെയ്യാറുള്ളത്. വേറെ ചോദ്യോത്തരങ്ങൾ എടുക്കാതെ ആ ഒരു അമ്പലത്തിൽ തൊഴുന്ന രീതി, അവിടെയുള്ള ശില്പങ്ങളെക്കുറിച്ച്, ദശാവതാര തൂണുകളെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിസ്തരിച്ച് പറയാറുള്ളത്. അതിനുശേഷം പിന്നെ എനിക്കത് പറയാനുള്ള ഒരു അവസരം നിർമ്മാല്യത്തിലൂടെയും നീലാംബരയിലൂടെയും ആയിരുന്നു ഗുരുവായൂരപ്പൻ തന്നിരുന്നത്.
ഇന്നിപ്പോൾ ഞാനത് പറയണമെങ്കിൽ ഒരു എപ്പിസോഡിനുള്ളത് തന്നെ ഉണ്ട് അല്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിന് അനുഗ്രഹിക്കട്ടെ. കാത്തിരിക്കൂട്ടോ, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇന്നത്തെ എല്ലാ ചോദ്യത്തിനും ഞാൻ കാത്തിരിക്കൂ എന്നല്ലേ മറുപടി പറയണേ. അതല്ല, ഒരു 15 മിനിറ്റ് എങ്കിലും എടുത്ത് പറയുമ്പോഴാണ് അതൊരു ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുക തോന്നുന്നു. അപ്പം പിന്നെ വേറെ ചോദ്യങ്ങൾക്കുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനതൊരു ഫുൾ എപ്പിസോഡായിട്ട് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഡോക്ടർ AU എന്നാണ് കാണുന്നത്. ഫുൾ നെയിം അറിയില്ല. ഹായ് ചേച്ചി, ഭസ്മാസുരനെ വധിക്കാൻ വിഷ്ണു ഭഗവാൻ മോഹിനി അവതാരം എടുത്തു എന്നുള്ള കഥയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതിൽ ചേച്ചി പറയുന്നത് വേറെയാണല്ലോ, ഏതാണ് ശരി എന്നാണ്. നാരായണീയത്തിലും ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ ഭസ്മാസുരൻ്റെ കഥ അവതരിപ്പിച്ചത് കേട്ടോ. അവിടെ ഒരിക്കലും മോഹിനി രൂപത്തിൽ വന്ന് ഡാൻസ് കളിച്ചിട്ടാണ് ഭസ്മാസുരനെ വധിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മോഹിനി രൂപം എടുത്തിട്ടില്ലേ ഭഗവാൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും അമൃത് കടഞ്ഞ് ദേവാസുരന്മാരുടെ യുദ്ധം തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ അമൃതിന് വേണ്ടിയുള്ള കലഹം മാറ്റാനായിട്ട് അവിടെ മോഹിനി രൂപം പൂണ്ടിട്ടുണ്ട് ഭഗവാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭസ്മാസുരനെ വധിക്കാനായിട്ട് മോഹിനി രൂപം എടുത്തതായിട്ട് കഥയിൽ പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചത്. ഭസ്മാസുര മോഹിനി എന്ന ബാല പണ്ടുണ്ടായിരുന്നു എന്നും ആ ബാല ഉണ്ടായിരുന്നു, ആ ബാലയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥ ഞാനും കേട്ടിട്ടുണ്ട്. അത് TV-യിൽ സീരിയലിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയും പ്രചാരത്തിൽ എങ്ങനെയാണ് വരണത് ചോദിച്ചാൽ ഗുരുവായൂരപ്പന് ഇതും അംഗീകരിക്കും. നമ്മളെന്താണോ പറയണത് അതാണ് ഉണ്ണിക്കിഷ്ടം, അങ്ങനെ ആവാനാണ് ഉണ്ണിക്കിഷ്ടം. കാരണം ആചാര്യൻ എപ്പോഴും കഥ പറയുമ്പോൾ പറയാറുണ്ട്, ഈ ഉണ്ടായ ഉടനെ വസുദേവര് നന്ദഗോപഗൃഹത്തിലേക്ക് ഭഗവാനെ കൊണ്ടുപോകുമ്പോൾ ഒരു കൊട്ടയിലാക്കി തലച്ചുമടായി പോയി എന്ന് പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട്. കാരണം ജനിച്ച ഉടനെയുള്ള കുഞ്ഞിനെ മഴ പെയ്യുന്ന ഒരു രാത്രിയിൽ തലയിൽ തലച്ചുമടായിട്ട് വെക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ എന്നാണ് ആചാര്യൻ്റെ ചോദ്യം. എനിക്കും അത് തോന്നാറുണ്ട് കേട്ടോ. മാത്രമല്ല, ഇത്ര നല്ലൊരു സച്ചിദാനന്ദ കട്ടയെ കിട്ടിയാൽ മാറോട് ചേർത്ത് പിടിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അതെങ്ങനെയാ കൊട്ടയിൽ വരിക? പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആചാര്യൻ പറയാറുണ്ട്, അങ്ങനെയല്ല, ഇത് വരച്ച കലാകാരനെ എന്നെങ്കിലും ഞാൻ മുന്നിൽ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: താങ്കൾക്ക് മകനുണ്ടോ? താങ്കൾക്ക് ഒരു ഉണ്ണിയുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം എങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാനുണ്ട്. അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടെങ്കിൽ ആ ഉണ്ണിയെ ജനിച്ച ഉടനെ താങ്കൾ ഒരു കുട്ടയിൽ കിടത്താൻ തയ്യാറാവുമോ? ഇതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇനി അഥവാ ആ കലാകാരൻ പറയാണ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന് പറയാറുണ്ട്. ഒരച്ഛൻ്റെ മനസ്സ് ഒരിക്കലും അനുവദിക്കില്ല കുട്ടയിൽ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അനുസ്മരിക്കാറുണ്ട്. എന്നാൽ ഗുരുവായൂരപ്പൻ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. എന്താ അതിനുള്ള തെളിവ് എന്നറിയൂ? ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീലകത്ത് കളഭച്ചാർത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന അലങ്കാരമാണ് ഈ വസുദേവരെ കൊട്ടയിൽ ചുമന്ന് കൊണ്ടുപോകുന്ന ആ ഉണ്ണികൃഷ്ണന്റെ രൂപം. ഗുരുവായൂരപ്പൻ എന്താണ് അത് അംഗീകരിക്കാൻ കാരണം? അത് വരയ്ക്കുന്ന സമയത്ത് ആ കലാകാരൻ്റെ മനസ്സ് അത് കാണാൻ ഗുരുവായൂരപ്പന് മാത്രമേ സാധിക്കുള്ളൂ അല്ലേ. അപ്പം മനസ്സറിഞ്ഞ് നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് അതാണ് ഉണ്ണികൃഷ്ണൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭസ്മാസുരൻ്റെ കഥ മോഹിനി രൂപം പൂണ്ട് വന്നതാണ് ഇഷ്ടം എങ്കിൽ അങ്ങനെ വിചാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഭഗവാൻ അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഈ കഥ പറഞ്ഞത്. ഈ ഒരു ചോദ്യം എടുക്കാൻ കാരണം ഇത് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരൊറ്റാളുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 2-3 പേര് ഇങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് സുജാത നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത നാമം എഴുതുമ്പോൾ നമ്പർ ഇട്ട് എഴുതണോ? നാമം ഞാൻ കൊണ്ടുവയ്ക്കാനാണ് മെസ്സേജ് തരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്പർ ഇട്ട് എഴുതണമെന്നൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എത്ര നാമം ഗുരുവായൂരപ്പനെ സമർപ്പിക്കണം എന്നൊക്കെ ഒരു വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ 1,00,000 നാമം എഴുതി എൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാമം എഴുതുമ്പോൾ നിങ്ങൾ എണ്ണിട്ട് എഴുതിക്കോളൂ. എണ്ണം പിടിക്കണം നാമം ജപിക്കുമ്പോൾ ഒന്നും ഒരു നിർബന്ധമില്ല. കാരണം നമ്മൾ എത്ര നാമം ജപിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗുരുവായൂരപ്പന് അറിയാം, നമ്മൾ എത്ര നാമം എഴുതുന്നുണ്ടെന്നുള്ളതും ഗുരുവായൂരപ്പന് അറിയാം. പിന്നെ എന്തിനാണ് നമ്മളത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പം നാമം എഴുതുമ്പോൾ എണ്ണം എഴുതണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് ഗീതാകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മോളെ ഞാൻ കൊച്ചുമോന് വേണ്ടി ഉരലും കയറും ഉലക്കയും തുലാഭാരം നേർന്നു, അത് അമ്പലത്തിൽ കിട്ടുമോ? അത് അമ്പലത്തിൽ കിട്ടില്ല. കയറ്
നമുക്ക് അമ്പലത്തിൽ കിട്ടും. ഉരലും ഉലക്കയും വേണമെങ്കിൽ നമുക്ക് അമ്പലത്തിൽ കിട്ടില്ല, നമ്മൾ തന്നെ കൊണ്ടുവന്നാൽ മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുക. നോക്കൂ എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള തുലാഭാരമാണല്ലേ ഗുരുവായൂരപ്പന് വരുന്നത്. അപ്പോൾ ഇന്ന് തുലാഭാരത്തിൻ്റെ കഥ തന്നെ പറയാം കേട്ടോ. അത് എന്താ പറയുക, ഈ ഒരു അമ്മയുടെ ആ ഒരു തോന്നലിലാണ് അല്ലേ. ഉരല് കൊണ്ട് തുലാഭാരം, ഉലയ്ക്ക കൊണ്ട് തുലാഭാരം, സ്വർണം കൊണ്ട് തുലാഭാരം, വെള്ളി കൊണ്ട് തുലാഭാരം. പണ്ട് എന്താണോ നമ്മൾ തുലാഭാരം തൂക്കാൻ നേർന്നിരിക്കുന്നത് അത് തന്നെ അപ്പം കിട്ടണം നമ്മുടെ ഉണ്ണികൃഷ്ണന്. അതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഭാവം കേട്ടോ. പണ്ടൊരമ്മ ഈ വിറക് പൊടി കൊണ്ട് ഭഗവാന് തുലാഭാരം നേർന്നു അത്രേ. വിറക് പൊടി കൊണ്ട് തുലാഭാരം നേർന്നപ്പോൾ ആ അമ്മ വിചാരിച്ചത് വളരെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുകയാണ്. അപ്പോൾ വിറക് കൊണ്ട് എന്തിനാണ് തുലാഭാരം നേർന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, ആ അമ്മ എന്തുകൊണ്ടാണ് വിറക് പൊടി കൊണ്ട് തുലാഭാരം നേർന്നത് എന്ന്. എന്തായാലും വിറക് പൊടി കൊണ്ട് ആ അമ്മ തുലാഭാരം നേർന്നു. വളരെയധികം കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഈ വിറക് പൊടി. പണ്ട് കാലത്ത് നമുക്കറിയുണ്ടാവും ഈ സ്റ്റൗവൊക്കെ വിറക് പൊടി കൊണ്ട് കത്തിക്കുന്ന, വിറക് പൊടി നിറച്ചിട്ട് അതുകൊണ്ട് കത്തിക്കുന്ന അടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. വിറക് പൊടിയൊക്കെ നമുക്ക് പണം കൊടുത്താൽ വാങ്ങാൻ പറ്റും. വളരെ തുച്ഛമായ എമൗണ്ട് കൊടുത്താൽ ഈ മരത്തിൻ്റെ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന മരപ്പൊടി, അതാണ് ഈ വിറക് പൊടിയായിട്ട് കിട്ടുന്നത്. അത് നമുക്ക് വാങ്ങിയിട്ട് അത് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു കേട്ടോ പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അതിന് താരതമ്യേന വില കുറവല്ലേ എന്ന് കരുതിയിട്ടാണ് ഈ അമ്മ ഇങ്ങനെ തുലാഭാരം നേർന്നത്. ഗുരുവായൂരപ്പന് മുന്നിൽ ഇങ്ങനെ തുലാഭാരം നേർന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ ധനസ്ഥിതിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ. ആ അമ്മ റിച്ചായി എന്ന് തന്നെ പറയാം. അപ്പോൾ കസവും മുണ്ടും ഒക്കെ ഉടുത്ത് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരികയാണ്. ആ സമയത്താണ് ഈ അമ്മയ്ക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞാനൊരു തുലാഭാരം നേർന്നിരുന്നല്ലോ, അപ്പോൾ ഇപ്പോൾ അത് നടത്തിയേക്കാമെന്ന്. അവിടെ ചെന്ന് നോക്കി തുലാഭാരം തൂക്കുന്ന സ്ഥലത്ത് കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പിന്നിൽ വരിയിലായി നിൽക്കുമ്പോൾ ഓരോരുത്തരെ ഭഗവാനെ കദളിപ്പഴം കൊണ്ട്, വെണ്ണ കൊണ്ട്, എള്ളുകൊണ്ട്, ചേന കൊണ്ട്, ഇങ്ങനെ അനേകം വസ്തുക്കൾ കൊണ്ടാണ് തുലാഭാരം തൂക്കുന്നത്. അപ്പം ഈ അമ്മ വിചാരിച്ചു, ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ വിറക് പൊടി കൊണ്ട് എന്ന് എങ്ങനെയാ പറയുക, വളരെ വില കുറഞ്ഞ തുച്ഛമായൊരു സാധനം വിറക് പൊടി, ഇതുകൊണ്ട് തുലാഭാരം എന്ന് പറയുന്നത് ഒരു നാണക്കേടാണ് എന്ന് കരുതിയിട്ട് ഈ അമ്മ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു കദളിപ്പഴം കൊണ്ട് തുലാഭാരം എന്ന്. അപ്പോൾ ഈ അമ്മയെ തുലാഭാര തട്ടിലിരുത്തി അപ്പുറത്തെ തട്ടിൽ കദളിക്കൊല ഇങ്ങനെ കെട്ടി തൂക്കി അവിടെ ഇങ്ങനെ വെക്കാൻ തുടങ്ങി. ഒരാൾ പൊക്കത്തിലൊക്കെ കദളിക്കൊല വെച്ചിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ തട്ട് താഴ്ന്ന മട്ടേ ഇല്ല. അങ്ങനെ ആയപ്പോൾ ഈ അമ്മയോട് തുലാഭാരം തൂക്കുന്നിടത്തെ ആളുകൾ ചോദിച്ചു, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ദേവസ്വം ജീവനക്കാരൊക്കെ പണത്തിന് വേണ്ടി എന്നുള്ള രീതിയൊന്നും ഇല്ല കേട്ടോ, നല്ലോണം ഭക്തർ തന്നെയാണ്. ഓരോരുത്തർക്കും മനസ്സിലാവും എന്താണ് ഗുരുവായൂരപ്പൻ എന്നുള്ളത് അറിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചു, അമ്മ എന്തുകൊണ്ടാണ് തുലാഭാരം നേർന്നത്? അമ്മ കദളിപ്പഴം കൊണ്ടായിരിക്കില്ല തുലാഭാരം നേർന്നിട്ടുണ്ടാവുക, സത്യം പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ തുലാഭാരം നേർന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ അമ്മ പറഞ്ഞു, ഞാൻ ശരിക്കും വിറക് പൊടി കൊണ്ടാണ് തുലാഭാരം നേർന്നത്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു നാണക്കേട് തോന്നി, വിറക് പൊടി കൊണ്ടൊക്കെ എങ്ങനെയാ തുലാഭാരം തൂക്കാന്ന്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സാഹസം മാറ്റി പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് അവർ പറഞ്ഞു, അവിടെ നിൽക്കുന്ന തുലാഭാരത്തിലെ ആളുകൾ പറഞ്ഞു, വിറക് പൊടി കൊണ്ട് തുലാഭാരം തൂക്കുമെങ്കിൽ മാത്രമേ ഇനി തട്ട് താഴുള്ളൂ, അതുകൊണ്ട് അമ്മ എഴുന്നേറ്റോളൂ എന്ന്. ഇത് കേട്ട സമയത്ത് ആ അമ്മയ്ക്ക് വലിയ സങ്കടം തോന്നി. കാരണം ധനസ്ഥിതി മാറുന്നതിനനുസരിച്ച് മാറ്റാനുള്ളതല്ലല്ലോ ഗുരുവായൂരപ്പനോടുള്ള വഴിപാട്. എന്താണോ നേർന്നത് അത് തന്നെയല്ലേ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കൊടിമരത്തിൻ്റെ ചുവടെ പോയി അമ്മ നമസ്കരിച്ച് രണ്ടാമത് വന്നിട്ട് ഈ വിറക് പൊടി കൊണ്ട് തന്നെ തുലാഭാരം തൂക്കി എന്നാണ് കഥ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണോ നേരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുലാഭാരം തൂക്കേണ്ടത് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് തുലാഭാരത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ കഥയും കഴിഞ്ഞു, ചോദ്യവും കഴിഞ്ഞു. ഇനി എൻ്റെ ചോദ്യം. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ തീർത്ഥക്കുളത്തിന് രുദ്രതീർത്ഥക്കുളം എന്നൊരു പേരുണ്ട്. അത് വരാനുള്ള കാരണം എന്താണ് എന്നാണ് കേട്ടോ ഇന്നത്തെ ചോദ്യം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഥയിൽ പറയാറുണ്ട്, ഓർമ്മ വരുന്നവരൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയൂ, ഓർമ്മ വരാത്തവരായിട്ട് ഉത്തരത്തിനായിട്ട് കാത്തിരിക്കൂ. നാളത്തെ എപ്പിസോഡിൽ ഞാൻ ഉത്തരവും കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.